ജഗദോം തകിടതോം തകതകിടതോം ത്രിപുതകിടതിനികിടതോം ജഗദോം ജഗദോം. ഹലോ. അങ്ങനെ സ്റ്റോറീസ് ബൈ GKDയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞാൻ അഖില. ഇപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് സംതിങ് റിയലി സ്പെഷ്യൽ, അറ്റ്ലീസ്റ്റ് വെരി സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് എസ്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് ഡാൻസ് എന്തൂസിയാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഡാൻസ് ഇഷ്ടമുള്ള കുറച്ച് പേര് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ട്. നമ്മളിപ്പോൾ മന്ന ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ നമ്മളൊരു 2-3 ഇയേഴ്സ് ബാക്ക് ഹാർഡ്ലി ആ സമയത്താണ് നമ്മൾ കുറച്ച് ഡാൻസ് എന്തൂസിയാസ്റ്റ് ഞങ്ങളുടെ ഒരു ഓണം സെലിബ്രേഷൻ്റെ പാർട്ടായിട്ട് വൈ ഡോണ്ട് വി ഡു എ ഡാൻസ് പെർഫോമൻസ് എന്ന് പറഞ്ഞ് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ചെറിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം സ്പെസിഫിക്കലി സ്റ്റാർട്ട് ചെയ്ത ഒരു ഡാൻസ് പിന്നീട് ഞങ്ങൾക്ക് കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ചില സ്ഥലത്ത് ചില അമ്പലങ്ങൾ കളിക്കാൻ പറ്റി, ചില നമ്മുടെ അസോസിയേഷനിൽ തന്നെ പല ഫംഗ്ഷൻസ്, ബിക്കോസ് ഓവർ കാശ്മീർ ടു കേരള വരെയുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലെ ഫെസ്റ്റിവൽസ് ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വി ഗോട്ട് സോ മെനി ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ പറയാം. ചെറുതാണെങ്കിൽ പോലും ലിമിറ്റഡ് ഓഡിയൻസ് ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോൾ നമ്മളത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പല ഫോംസ് ഓഫ് ഡാൻസ്, പല ടൈപ്പിൽ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഒട്ടും ഭയങ്കര പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ വെരി റീസെൻ്റ്ലി നമുക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൽ ശങ്കരാചാര്യരുടെ ഒരു മെമ്മറി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു ഡാൻസ് പെർഫോമൻസ് നടത്താൻ പറ്റി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്ലിപ്സസ് ആൻഡ് ബാക്ക് സ്റ്റേജ് സംഭവങ്ങൾ, അതുപോലെ ഞങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസസ്, ദ എക്സൈറ്റ്മെൻറ്റ് വിച്ച് വി ഹാഡ് ആൻഡ് ദ ഓവറോൾ എക്സൈറ്റ്മെൻറ്റ്, അതാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അഖില പറഞ്ഞതുപോലെ മൂകാംബിക അമ്പലത്തിലൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലെ കുറച്ച് ആൾക്കാരാണ് നമ്മളും. പണ്ട് മുതലേ ആർട്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ആളുകളാണ് നമ്മുടെ ഈ ഡാൻസ് ഗ്രൂപ്പിലുള്ളത്. എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പേര് പണ്ട് പഠിച്ചിട്ടുണ്ട്, കുറച്ച് പേര് ട്രെയിൻഡ് അല്ല, എങ്കിൽ കൂടിയും ഡാൻസ് കളിക്കാനുള്ള ഇവൾ പറഞ്ഞ പോലെ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഡാൻസ് കളിച്ച്. അപ്പോൾ കൊല്ലൂർ മൂകാംബിക അമ്പലത്തിൽ അതും അവിടെ എല്ലാവരും വന്ന് പെർഫോം ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മളവിടെ പോയാലും അവിടെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കാണാറുണ്ട്, പാട്ട് പാടുന്ന കാണാറുണ്ട്. കലാപരമായ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു അമ്പലമാണ്. അപ്പോൾ നമ്മളങ്ങനെ നമുക്ക് ചാൻസ് കിട്ടിയതെന്ന് പറഞ്ഞത് ശ്രീ ശങ്കരാചാര്യരുടെ ജയന്തിയോട് പ്രമാണിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു സ്ലോട്ട് കിട്ടിയത് അവിടെ കളിക്കാൻ. അങ്ങനെ അതിൻ്റെ ഒരു നോട്ടീസ് കാണാൻ ഇട വന്നു. അങ്ങനെ അവരിലേക്ക് വിളിച്ച് ചോദിച്ചു. ഞങ്ങളുടെ ടീമിൽ തന്നെയുള്ള, ഇപ്പം നമ്മുടെ ടീമിൽ എല്ലാവരും ഇല്ല, അതിൽ തന്നെയുള്ള ഒരാളുടെ ഹസ്ബൻഡ്, ആ ചേട്ടൻ അമ്പലത്തിലുള്ള ആ ചേട്ടന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ നമുക്കൊരു സ്ലോട്ട് ഭാഗ്യം കൊണ്ട് ദേവി തന്നു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഡാൻസ് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തു. വെറും 2 ആഴ്ചത്തെ സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ 2 ആഴ്ചത്തെ സമയം കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നത് എന്താണോ അത് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങൾക്കൊരു 1 മാസം 2 മാസമൊക്കെ ഞങ്ങൾ വീക്കെൻഡ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ. ഇത് ഞങ്ങൾക്ക് വെറും 2 ആഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കുറേ പേര് നാട്ടിലൊക്കെ പോയിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ നാട്ടിലൊക്കെ വെച്ച് അങ്ങനെ ഓൺലൈനും അങ്ങനെയൊക്കെ പഠിച്ച് പിന്നെ ഇവിടെ വന്ന് ഉണ്ടായിരുന്ന കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരു ഡാൻസാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ, എല്ലാവരും കാണണം. ഇതുപോലെ ഇനിയും ഞങ്ങൾക്ക് കളിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വലിയ വലിയ അമ്പലങ്ങളിലും നമ്മളിവിടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിലും ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഭയങ്കര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ ഡാൻസ് കളിച്ചിരുന്നു. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേറെയും പരിപാടി വന്നാൽ ഞങ്ങളെ വിളിക്കാമെന്ന് അവിടുത്തെ കുറച്ച് ചേട്ടന്മാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അമ്പലത്തിൽ കളിക്കാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ട് കരുതാണ് നമ്മൾ കുറേ പേര്. അപ്പോൾ അതിൻ്റെ ഒരു ആ വീഡിയോ അന്ന് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നല്ല ക്യാമറയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അത് നമ്മുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ ഷൂട്ട് ചെയ്തതാണ്. അതാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും, എന്നാലും എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം കേട്ടോ. ബാക്കി ഇത് ജോഷിത. ഇനി ജോഷിതയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം. കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ വളരെ യാദൃച്ഛികമായി കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത്. പക്ഷേ എല്ലാവരുടെയും ആ ഡാൻസിനോടുള്ള ആ ഒരു ഭക്തിയും ഇഷ്ടവും കാരണം എല്ലാവരും അതിനുവേണ്ടി മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ അവരുടെ ഫാമിലീസ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലീസും ഹസ്ബൻഡ്സും പാരൻസ് ആണെങ്കിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് വന്നു മൂകാംബികയിൽ ഞങ്ങളുടെ കൂടെ. ഒരു പ്രത്യേകതരം ഒരു ഫീലിംഗ് ആയിരുന്നു, ഫാമിലി കൂടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ചില ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പം ഫാമിലി സിറ്റുവേഷൻ കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ അത് ഫാമിലി ഞങ്ങളുടെ കൂടെ നിന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തു.
ചെയ്യാൻ പറ്റി, അത് ദേവിയുടെ സന്നിധിയിൽ ചെയ്യാൻ പറ്റിയതിൽ തന്നെ വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ യൂഷ്വലി ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്ത് ചെയ്യുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ മൂകാംബികയിൽ അവതരിക്കും, അതൊരു ദേവിയുടെ ഇതിൽ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഇതിൽ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കേരളയിൽ നിന്ന് കൊണ്ടുവന്നു. അതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പം കുറേ എക്സ്പീരിയൻസ് ആയിരുന്നു. സ്കൂൾ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു. അത് ഒത്തിരി ഗ്യാപ്പിന് ശേഷം അത് വീണ്ടും ആ ഒരു ഇതിലേക്ക് വരുമ്പോഴുള്ള ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്കൊന്നും മതിയാവുന്നില്ല എന്നുള്ളതാണ്. അതെ, സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. ഇനി നമ്മുടെ ടീമിലെ എന്താ പറയാനുള്ളത് നോക്കാം. എല്ലാവരും പറഞ്ഞ പോലെ വളരെ ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, മൂകാംബിയിലെ പോകുമ്പോഴൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അവിടുത്തെ സ്റ്റേജിൽ ഒരു എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളത്. എനിക്ക് ഇഷ്ടം നൃത്തമാണ്, അത് അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം വളരെ എന്താ പറയുക സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു. പിന്നെ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ 2 പേര് ഇവിടെ വന്നിട്ടില്ല, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും സംസാരിക്കുന്നത്. അവർക്കും ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ്. അവർ ഇതുപോലെ തന്നെ എന്താണ് ഫുള്ളി പ്രൊഫഷണലി ഡാൻസ് പഠിച്ചിട്ടില്ലെങ്കിലും ആഗ്രഹവും ആ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത് കൊണ്ട് സമയം കണ്ടെത്തി അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് പണിത്തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റാഞ്ഞത്. ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അവസരങ്ങൾ വരുമ്പം കൃഷ്ണേന്ദു ഇതേപോലെ വീഡിയോസൊക്കെ ഉണ്ടാക്കി ചാനലിലിട്ട് നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, പ്രൊമോട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇരിക്കുന്ന അഖില ആക്ച്വലി നമ്മുടെ കൂടെ അന്ന് ഡാൻസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലെ എല്ലാ പെർഫോമൻസിനും അഖില ഒരു ഒരു മേജർ പാർട്ടാണ്. അഖില നമ്മൾ ഈ 2 ആഴ്ചത്തെ നമ്മുടെ ഡാൻസ് പെർഫോമൻസിന് വേണ്ടിയിട്ട് അഖില ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾ, അതായത് ഞങ്ങളുടെ കുട്ടികളും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു, പെൺകുട്ടികൾ. അവരും ഞാൻ എന്താ പറയണ്ടേ, അതും ഈ 2 ആഴ്ച സമയം കൊണ്ട് ആ കുഞ്ഞുങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി അറിയില്ല എന്തോരം ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ അതും പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഞങ്ങൾ ചെയ്ത ദേവിയുടെ പാട്ട് വെച്ചിട്ടുള്ള ഡാൻസ് നമ്മൾ എന്തായാലും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. കുറ്റവും കുറവൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ, കാരണം ഞങ്ങൾ ഭയങ്കര വലിയ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നും അല്ല. പക്ഷെ ഞങ്ങളുടെ സന്തോഷം കാരണമാണ് ഞങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും കാണണം. പിന്നെ ഈ സ്റ്റോറീസ് ബൈ GKD എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാലും നിങ്ങളത് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणस्पद आनशृण्वन्नोदिभिः सीदसादनम् विश्वविनोदिनि नन्दिनुते गिरिवरविन्द्यशिरोधिनि वासिनि विष्णुनिराशिनि जिष्णुभुते भगवति कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते सुरवरवर्षिणि दुर्गणदर्शिनि दुर्मुखमर्षिणि हर्षरते त्रिभुवनपोषिणि शङ्करदोषिणि किल्बिषमोषिणि घोषरते तनुजनिरोषिणि दितिसुतरोषिणि दुर्मदशोषिणि सिन्धुसुते जय जय हे महिषासुरमर्दिनि रम्यकपर्दिनि शैलसुते
జగదోం తజగదోం తదగుదిగు జగదోం తగిటదోం తగదగిటదోం దుగుదగిటదిని గిటదోం జగదోం తజగదోం తదగుదిగు జగదోం తజగదోం తదగుదిగు జగదోం తగిటదోం తగదగిటదోం దుగుదగిటదిని గిటదోం జగదోం తదిం జగదోం తదిం జగదోం తదిం జగదోం తదిం తగదిం తగడం తగమదనిదోం తదోం తనతదిం తదిం జను తదిం తదిం తనతదిం తది నిజని జని 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 జగు తదిని జగు జగు జగదోం జగదోం జగగుదిగు జగదోం జగదోం జగగుదిగు దానదిం తదిం తనగోం తరాన దానదిం తదిం తనగోం తరాన జగదోం జగదోం జగగుదిగు జగదోం జగదోం జగగుదిగు దానదిం తదిం తనగోం తరాన దానదిం తదిం తనగోం తరాన జడునిం జంతనం తనం తుంత జడునిం జంతనం తనం తుంత జడునిం ఇంత జడునిం ఇంత జడుదని ఇంత జడుదని ఇంత జడు జడుని भैरविशाम्भविचन्द्रमौळिरबल अपर्णा उमा पार्वती हेमवती शिवाग्रनयनी